നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പവർഫുൾ അഫർമേഷൻ മെത്തേഡാണ്. ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തേഡ് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൺസ് ആൻഡ് ഓൾവേസ് ബ്രേക്കപ്പ് അവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എത്തരത്തിലുള്ള പ്രതികരണമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതെങ്കിൽ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ ധാരണകൾ കൊണ്ട് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നോ വിചാരിക്കുക. അത്തരത്തിലുള്ള വിചാരങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനാദ്യം തന്നെ വേണ്ടത് ഉറച്ച ഒരു മനസ്സാണ്. ആ ഒരു ഉറച്ച മനസ്സോടെ നിങ്ങൾ ഈ ഒരു മെത്തേഡിനെ കൈകാര്യം ചെയ്യുമ്പോഴേക്ക് നിങ്ങൾ എത്തരത്തിലുള്ള റിസൾട്ടാണോ പ്രതീക്ഷിക്കുന്നത് അതിൽ 7 ഇരട്ടി റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇനി നമുക്ക് മെത്തേഡിലേക്ക് പോകാം. ഈ ഒരു മെത്തേഡ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ വേണ്ടത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അതായത് നിങ്ങൾക്ക് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ആ ഒരു സ്പേസിൽ യാതൊരു തരത്തിലുള്ള ബാഹ്യമായ ശബ്ദങ്ങളോ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് തുടർന്ന് ചെയ്യാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ പാടേയില്ല. ഈ ഒരു ടൈം പീരീഡ് നമ്മൾ ഈ ഒരു മെത്തേഡിന് വേണ്ടി പറയുന്നുണ്ട്. ആ ഒരു ടൈം പീരീഡിൽ ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ തുടർന്ന് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് നിന്ന് തന്നെ ചെയ്യുക. ആ ഒരു തിരഞ്ഞെടുത്ത സ്പേസിൽ മാറ്റ് എന്ന് ഉദ്ദേശിച്ചത് യോഗയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ യോഗ മാറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തുണിയോ വിരിക്കുക. അതിൽ നിങ്ങൾ മുട്ടുമടക്കിയാണ് ഇരിക്കേണ്ടത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ തറയിലിരിക്കുന്ന പോസ്ചറിൽ അത്തരത്തിൽ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കൈപ്പത്തി മലർത്തി തുറന്ന് കാൽമുട്ടുകളുടെ മുകളിലേക്ക് വെക്കുക. നടു നിവർന്ന് തന്നെയാണ് ഇരിക്കേണ്ടത്. കാലിന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ, അതായത് മുട്ടുവേദനയോ അല്ലെങ്കിൽ കാൽപാദത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരത്തിൽ ഇരിക്കരുത്. നിങ്ങൾക്ക് കസേര ഉപയോഗിക്കാവുന്നതാണ്. കസേര ഉപയോഗിക്കുമ്പോൾ കാൽപാദങ്ങൾ ക്രോസ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ആ ഒരു കാൽപാദം തറയിൽ തട്ടുന്ന ഭാഗത്തായിട്ട് ഈ ഒരു മാറ്റോ തുണിയോ വിരിച്ച് വെക്കേണ്ടതാണ്. പുരുഷന്മാരാണെങ്കിൽ ഇടതുകാൽ മുകളിൽ വരുന്ന രീതിയിൽ ക്രോസ് ചെയ്ത് വെക്കുക. സ്ത്രീകളാണെങ്കിൽ വലതുകാൽ മുകളിൽ വരുന്ന രീതിയിൽ ക്രോസ് ചെയ്യുക. കൈപ്പത്തി മലർത്തി തുറന്ന് തന്നെ വെക്കുക. നടു നിവർന്ന് തന്നെ ഇരിക്കുക. ഇനി ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ കണ്ണ് ശാന്തമായി അടയ്ക്കുക. ശാന്തമായി അടച്ചതിന് ശേഷം ഇൻഹേൽ എക്സേൽ ചെയ്യുക. അതായത് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വിടുക. ഉള്ളിലേക്ക് ശ്വാസം എടുത്തിട്ട് പുറത്തേക്ക് വിട്ടതിന് ശേഷം മനസ്സിൽ 1 എന്ന് കൗണ്ട് ചെയ്യുക. ഇത്തരത്തിൽ കൗണ്ട് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. അതെല്ലാം ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്കൊരു പോയിന്റിലേക്ക് ശ്രദ്ധിക്കാം. ആ ഒരു പോയിന്റ് നിങ്ങളുടെ മൂക്കിനറ്റത്തായിട്ടാണ്. അതായത് നിങ്ങളുടെ മൂക്കിലേക്ക് ശ്വാസം വരുന്നതിനും പുറത്തേക്ക് വിടുന്നതിനും നിങ്ങൾ കാവൽക്കാരനായി ആക്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾ കരുതുക. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തെ നല്ല രീതിയിൽ നിരീക്ഷിക്കാൻ സാധിക്കും. അത്തരത്തിൽ 75 മുതൽ 100 വരെ കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾ മനസ്സിൽ എത്തരത്തിലുള്ള ആഗ്രഹമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എങ്കിൽ ആ ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളതെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്നതായിട്ട് പോസിറ്റീവ് തോട്ട്സ് മനസ്സിൽ കൊണ്ടുവരിക. ആ ഒരു തോട്ട് നടന്നതുപോലെ ചിത്രീകരിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം നിങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള ചിന്തകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്ഥലത്തെത്തിയതായിട്ടും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയതായിട്ടും ആ ഒരു സന്തോഷത്തോടു കൂടെ തന്നെ നിങ്ങൾ 2 പേരും ഇരിക്കുന്നതായിട്ടും നിങ്ങൾ ചിന്തിക്കുക. ആ ഒരു ചിന്തയിലാണ് നമുക്ക് ഈ ഒരു മെത്തേഡിൻ്റെ ഹൃദയഭാഗം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ പറയുന്നത്. അതിനുശേഷം ഈ ഒരു അഫർമേഷൻ പറയേണ്ടതുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഞങ്ങളുടെ ബന്ധത്തിന് നന്ദി. ഞാൻ എൻ്റെ പ്രണയിനിയെ അല്ലെങ്കിൽ പ്രണയിതാവിനെ ഇഷ്ടപ്പെടുന്നു. ഐ ലവ് മൈ എക്സ്. ഈ എക്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേര് ചേർത്ത് പറയുക. 3 തവണയാണ് ഈ ഒരു അഫർമേഷൻ പറയേണ്ടത്. അതിനുശേഷം വീണ്ടും നിങ്ങളുടെ ശ്വാസം നിരീക്ഷിക്കാൻ പോവുകയാണ്. ഇൻഹേൽ എക്സേൽ ചെയ്തുകൊണ്ട് 50 മുതൽ 75 വരെ കൗണ്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടത്
7 ദിവസമാണ്. ആദ്യ ദിവസം തന്നെ റിസൾട്ട് ലഭിക്കുകയാണെങ്കിൽ തുടർന്നും ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിന് വളരെ നല്ലതായിരിക്കും. കൂടാതെ തന്നെ നിങ്ങളുടെ മനോഭാവത്തിലും നിങ്ങളുടെ ആ ഒരു ബന്ധത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് നിങ്ങൾക്ക് സാക്ഷിയാവാൻ സാധിക്കും. ഇത് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ നോക്കുക. യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ പാടില്ല. കൂടാതെ തന്നെ രാവിലെ 8:30 മുമ്പായും വൈകുന്നേരം 6 മണിക്ക് ശേഷവുമാണ് ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരേ ടൈമിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. കൂടാതെ തന്നെ ഈ അഫർമേഷൻ പേപ്പറിൽ എഴുതാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു അഫർമേഷൻ പറഞ്ഞതിന് ശേഷം പിന്നെയും പറഞ്ഞതുപോലെ ഇൻഹേൽ എക്സേൽ ചെയ്ത് അതിനുശേഷം കണ്ണ് തുറന്നതിന് ശേഷം ഒരു പേപ്പറും പേനയും എടുത്ത് ഈ ഒരു അഫർമേഷൻ എഴുതാവുന്നതാണ്. ആദ്യം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ, അതിനുശേഷം പറഞ്ഞ അഫർമേഷനും ആ ഒരു പേപ്പർ ഈ ഒരു മെത്തേഡ് റിസൾട്ട് ലഭിക്കുന്നത് വരെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്.